ഇനി അടുത്തത്, കർമ്മങ്ങളുടെ കൂലി വ്യത്യാസം വരുന്ന രീതികൾ പറയാം. ഒന്നിന് 10 കൂലി കിട്ടുന്ന നന്മ ഉണ്ടാവും, അത് ചുരുങ്ങിയതാണ്. എല്ലാത്തിനും അള്ളാഹു 10 കൂലി കൊടുക്കും. ഉദാഹരണത്തിന് ഒരു സുബ്ഹാനല്ലാഹ് എല്ലിയാൽ, ഇതൊന്നും റമദാൻ അല്ലാത്ത കാലത്തെ കുറിച്ചാണ് പറയണത്, 10 സുബ്ഹാനല്ലാഹ് എല്ലി കൂട്ടിയിട്ടു. ഒന്നിന് 20 കൂലി കിട്ടുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എല്ലിയാൽ 20 കൂലിയാണ്. ഒന്നിന് 30 കൂലി കിട്ടുന്നുണ്ട്. അതേതാ? അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ 30 കൂലി കിട്ടും, ഹദീസിലുണ്ട്. ഒന്നിന് 15 കൂലി കിട്ടുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഭയങ്കരമായിട്ട് നോമ്പ് നോക്കാൻ തീരുമാനിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോന് മാസത്തിൽ 2 നോമ്പ് വെച്ചാൽ മതി, എങ്കിൽ ബാക്കി മൊത്തം നോമ്പ് എടുത്ത കൂലി മോനിക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ഒരു നോമ്പിന് 15 കൂലി കിട്ടും എന്ന് അവർ ബാക്കി ആയല്ലോ. കണ്ടോ? അപ്പോൾ ഒന്നിന് 10, ഒന്നിന് 15, ഒന്നിന് 20, ഒന്നിന് 30, ഒന്നിന് 50 കൂലി കിട്ടുന്ന നന്മകളുണ്ട്. അതേതാ? അർത്ഥം അറിഞ്ഞുകൊണ്ട് ഖുർആൻ ഓതിയാൽ ഒരക്ഷരത്തിന് 50 കൂലി കിട്ടും. അപ്പോൾ ഉസ്താമാർ ഖത്മ് തീർക്കുന്നതും നമ്മളെപ്പോലത്തെ സാധാരണക്കാർ ഖത്മ് തീർക്കുന്നതായിട്ട് ഏടിൽ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അവർ അർത്ഥം അറിഞ്ഞ ഖുർആൻ ഓതും. വുളു എടുത്തിട്ടാണ് ഒരാൾ ഖുർആൻ ഓതുന്നതെങ്കിൽ ഒരക്ഷരത്തിന് 50 കൂലി കിട്ടും. അപ്പോൾ മനസ്സിലായി, ആ പറഞ്ഞത് നിസ്കാരത്തിൽ അല്ലാത്തതിനെ കുറിച്ചാണ്. നിസ്കാരത്തിൽ പിന്നെ വുളു എടുത്തിട്ടെന്ന് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ. കണ്ടോ? ഒന്നിന് 500 കൂലി കിട്ടുന്നുണ്ടാവും. അതേതാ? ജുമുഅത്ത് പള്ളിയിൽ ജമാഅത്തിന് പോയി കൂടി നിസ്കരിച്ചാൽ അതിന് കൂടുതൽ കൂലിയുണ്ട്. ഒന്നിന് 700 കൂലി കിട്ടും. അതേതാ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുമ്പോൾ ഒരു കാര്യം ഇത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് തീരുമാനിച്ച് മാറ്റിവെച്ചാൽ 700 കൂലിയാണ്. കണ്ടോ? ഇങ്ങനെ കോടിക്കണക്കിന് കൂലി വരെ പോകും. എന്നാൽ ചില നന്മകളുണ്ട്, അതിൻ്റെ കൂലി അള്ളാഹ്ക്കേ അറിയുള്ളൂ. അങ്ങനത്തെ 3 നന്മകളാണ് ലോകത്തുള്ളത്. 3 നന്മകൾ. ഒന്ന്, വേറൊരാൾക്ക് മാപ്പ് കൊടുക്കൽ. വേറൊരാൾക്ക് മാപ്പ് കൊടുക്കൽ, അതിനോളം കൂലിയുള്ള ഒരു നന്മ ലോകത്തുണ്ടാവില്ല. എത്രത്തോളം നമ്മളെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്നോ പുറത്തു കൊടുക്കുന്നോ അത്രത്തോളം അള്ളാഹു നമുക്ക് പുറത്തു തരും. ഭാര്യൻ്റെ കയ്യിൽ നിന്ന് ചായ പറഞ്ഞു, കുട്ടീൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് പൊട്ടി, മാപ്പ് കൊടുക്കുന്നു. അതിനനുസരിച്ച് നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു മാപ്പ് തരും. അതാ ഇസ്ലാമിൽ ഒരു സിദ്ധാന്തം ഉണ്ട്, അത് പഠിച്ചു വെച്ചോളെ. ഏത് നന്മയാണോ നമ്മൾ ചെയ്യുന്നത് അതേ നന്മയായിരിക്കും അതിന് പ്രതിഫലം ഉണ്ടാവുക. ഉദാഹരണത്തിന്, ഒരാളെ നമ്മൾ എന്തോ വഷളാവേണ്ട ഘട്ടത്തിൽ രക്ഷപ്പെടുത്തി എങ്കിൽ മഹ്ശറയിൽ നമ്മൾ വഷളാവേണ്ട ഘട്ടത്തിൽ അള്ളാഹു രക്ഷപ്പെടുത്തും. ഒരാളുടെ കുറവ് വാട്സപ്പിൽ ഇട്ടിട്ട് പ്രചരിപ്പിച്ച് നാറ്റിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ കുറവിൻ്റെ ലഗേജ് അള്ളാഹു പൊളിക്കൂല. കണ്ടോ? ഇസ്ലാമിൽ അങ്ങനെയാ. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഏത് നന്മയാണോ നീ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള കൂലിയായിരിക്കും അള്ളാഹു ആഖിറത്തിൽ തരിക. വേറൊരാളെ നമ്മൾ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എങ്കിൽ നമ്മൾ പെടുന്ന അപകടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖി. ഒരു സഹോദരനെ നമ്മൾ സഹായിച്ചു എങ്കിൽ അള്ളാഹു നമ്മളെ സഹായിക്കും. അങ്ങനെ എന്തുകൊണ്ടാണ് നീതിമാനായ ഭരണാധികാരിക്ക് അർശിന്റെ തണൽ ഓഫർ ചെയ്യപ്പെട്ടത്? നീതിമാനായ ഭരണാധികാരി നാട്ടുകാർക്ക് തണലായിരിക്കും. അതുകൊണ്ട് തന്നെ തണലില്ലാത്ത കാലത്ത് അള്ളാഹു അയാൾക്ക് തണൽ കൊടുക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പേർക്ക് തണലായാൽ നമുക്ക് വേണ്ട സമയത്ത് അള്ളാഹു തണൽ നൽകും. അതെപ്പോഴും പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു നന്മ അൽ അഫു, മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുക. മാപ്പ് കൊടുത്താൽ അതിൻ്റെ കൂലി എത്രയെന്ന് മലക്കൾക്ക് എഴുതാൻ കഴിയൂല, അത് അള്ളാഹുവിനെ അറിയുള്ളൂ. വമൻ അഫ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. അള്ളാഹിൻ്റെ ഓഫർ ഉണ്ടോ? ഫഅജ്റുഹു അലല്ലാഹ്, അതിൻ്റെ കൂലി ഞാൻ കൊടുത്തോളാം. മലക്കൾ നിങ്ങൾക്ക് അത് എഴുതാൻ കഴിയൂല. ചില അവിവേകങ്ങളൊക്കെ ഭാര്യമാരുടെ ഭാഗത്തുനിന്ന് വരും. നീ ഞാൻ വിളിക്കുന്നത് കേൾക്കുന്നില്ലേ? ഉണ്ട്, പിന്നെന്താ ഉത്തരം തരാത്തത്? നിങ്ങൾക്ക് ക്ഷമ ഉണ്ടോ നോക്കിയതാണ്. എന്നാൽ ഞാൻ നിന്നെ അടിമത്തത്തുനിന്ന് മോചിപ്പിച്ചിരിക്കുന്നു മോനെ, ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു. കണ്ടോ? ലവാമിഉൽ ബയ്യിനാത്ത് ഫീ ശർഹി അസ്മാഇല്ലാഹി വസ്സിഫാത്ത് എന്ന ഗ്രന്ഥത്തിൽ കാണാം. ഇത് പറയുന്നതന്നെ എന്തിനാണെന്നറിയാം? ആ ചരിത്ര കിതാബിൽ നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് മാപ്പ് കൊടുത്താൽ അള്ളാഹു നമുക്ക് മാപ്പ് തരും എന്ന് പറയാനാണ്.
മാപ്പ് കൊടുക്കണം, എല്ലാവർക്കും മാപ്പ് കൊടുക്കണം. വല്ലഫു അമ്മൻ ളലമക്. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് അതാ പെട്ടെന്നൊരു ബസ് കുഴിയിൽ ചാടിയിട്ട് ചെളി തെറിപ്പിച്ചു നമ്മളെ ഡ്രസ്സിന്. അറിഞ്ഞുകൊണ്ട് ഏതായാലും തെറിപ്പിക്കൂലല്ലോ എന്ന് വിചാരിക്കണം. അല്ലാതെ ഈ ബസ്സിന് എന്തെങ്കിലും അപകടം പറ്റട്ടെ എന്ന് വിചാരിക്കുകയല്ല വേണ്ടത്. പുതിയൊരു കണ്ണട നിസ്കാരത്തിൻ്റെ മുന്നിൽ അവിടെ അഴിച്ചു വെച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ ഒന്നാം സഫിലുള്ള ആൾ ബാക്കോട്ടേക്ക് നടക്കുമ്പോൾ അതിൻ്റെ ഫ്രെയിം പൊട്ടി. അപ്പോൾ അയാൾ ആ വളരെ വിഷമത്തോടെ നമ്മൾ നോക്കുമ്പോൾ അതിന് അത്രേ അള്ളാഹു ആയുസ് കണക്കാക്കിയിട്ടില്ല. മനുഷ്യന്മാരനെ പെട്ടെന്ന് മരിക്കുന്നില്ലേ, പേടിക്കണ്ട, പോയിക്കോ. ഇത് ഉദാഹരണം പറയാൻ നല്ല രസമുണ്ട്, പക്ഷേ അത് പ്രാക്ടിക്കലായി നോക്കണം. മാപ്പ് കൊടുക്കണം, എല്ലാവർക്കും മാപ്പ് കൊടുത്താൽ മോനെ നിൻ്റെ ഏത് തെറ്റും അള്ളാഹു മാപ്പ് തരും. ഇതാദ്യം തുടങ്ങേണ്ട എവിടെ നിന്നറിയോ? ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. നാട്ടുകാർക്കല്ല, വീട്ടുകാർക്ക് ആദ്യം. ഭാര്യയോട്, മക്കളോട് ആദ്യം അതാ വേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഉർവത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചല്ലോ, എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ ഉണ്ടായിരുന്നത്? ആയിഷ ബീവിയുടെ മറുപടി, വീട്ടിൽ പാത്രം കഴുകിത്തരും, ബക്കറ്റ് ശരിയാക്കും, ചെരുപ്പ് തുന്നും, അടുക്കളപ്പണിയിൽ സഹായിക്കും, പിന്നെ ഞാൻ എന്ത് ചെയ്യുമ്പോൾ എൻ്റെ വേക്ക് തന്നെ വരുന്നു. ആര്? ലോകത്തിൻ്റെ നേതാവിനെ കുറിച്ചാണ് പറയണത്. ഞാനൊരു ഗ്ലാസ് പാൽ കുടിക്കുമ്പോൾ എൻ്റെ ബാക്കി വാങ്ങിയിട്ട് ഞാൻ ചുണ്ട് വെച്ച അതേ സ്പൈസിൽ തന്നെ ചുണ്ട് വെച്ചിട്ട് കുടിക്കും. ഞാനിനി ഒരു മാംസ കഷ്ണം കടിച്ചാലോ എൻ്റെ 4 പല്ല് ടച്ച് ചെയ്തെടുത്ത് ബാക്കി അങ്ങ് കഴിക്കും. ഞാനൊരു സ്ഥലത്ത് ഇരുന്നാലോ എൻ്റെ മേലെ ചാരി ഇരുന്നിട്ടായിരിക്കും അവിടുത്തെ ഖുർആൻ ഒത്തുണ്ടാവുക. പിന്നെ ബാങ്ക് കൊടുത്താൽ പിന്നെ ആളെ കാണൂല. ഇതാണ് അവിടുത്തെ ജീവിതം. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് അവിടുത്തെ സ്വന്തം അനുഭവം. എന്താ അനുഭവം? ഇമാം ഷഅറാനി തങ്ങൾ ആരാ? ഷാഫി മദ്ഹബിൽ അറിയപ്പെട്ട പണ്ഡിതനാണ്, വലിയ ഫഖീഹാണ്, വലിയ സൂഫിയാണ്, 100 കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ്. ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. ആ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയാ, എൻ്റെ ഭാര്യക്ക് അസുഖമായപ്പോൾ സ്വന്തമായിട്ട് ടോയ്ലറ്റിലേക്ക് പോകാൻ കഴിയുന്നില്ല. കിടത്തപ്പായി തന്നെ എല്ലാ കാഷ്ടവും മൂത്രവും. അവൾക്ക് ടോയ്ലറ്റിലേക്ക് പോകാൻ ആഫിയത്തില്ല. ആ സമയത്ത് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഈ 2 കൈ കൊണ്ട് അതൊക്കെ ഞാൻ വൃത്തിയാക്കും. എനിക്ക് ഈ കൈകൾ തന്നത് വെറും കിതാബ് എഴുതാൻ വേണ്ടി മാത്രമല്ല, പിന്നെ അതൊക്കെ ഞാൻ വൃത്തിയാക്കി കൊടുക്കും. പിന്നെ ഞാൻ ചിന്തിക്കും, എനിക്കെന്തെങ്കിലും വിഷമം വന്നാൽ ആ മോളല്ലേ എനിക്ക് എല്ലാ ഹിദ്മാത്തുകളും ചെയ്തു തന്നത്, അപ്പോൾ ഞാൻ തിരിച്ചും ചെയ്തു കൊടുക്കേണ്ടതല്ലേ എന്ന് കരുതും. പിന്നെ ദീർഘമായ കാലം എൻ്റെ ഭാര്യ അസുഖത്തിൽ കിടത്തത്തിലായപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, എന്ത് വേറൊരു പെണ്ണിനെ കെട്ടിയാലോ, എൻ്റെ ശാരീരിക ആവശ്യവും ലൈംഗിക ആവശ്യമൊക്കെ പൂർത്തിയാക്കാൻ ഒരു പെണ്ണ് വേണ്ടേ, ഇവൾക്കാണെങ്കിൽ തീരെ വയ്യ, എന്ത് ചെയ്യും? ഞാൻ ചിന്തിച്ചു, ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഭാര്യക്ക് ശരീരത്തിന് അസുഖമുണ്ട്, ഞാൻ ഒന്നുകൂടി കെട്ടിയാൽ ഓളെ മനസ്സ് തളരും, പെണ്ണല്ലേ, വേണ്ട. ഞാൻ ക്ഷമിച്ച് ജീവിച്ചു. ഞാൻ എൻ്റെ മോളെ ഒരു നിലക്കും വിഷമിപ്പിച്ചിട്ടില്ല. 3-മത്തെ കാര്യം, എൻ്റെ കുട്ടിക്ക് വല്ല അസുഖം വന്നാൽ രാത്രി കരഞ്ഞാൽ ഉടനെ ഞാൻ ചെയ്യാറ്, എനിക്ക് അസുഖം ഉണ്ടെങ്കിൽ തന്നെ ആ മോനെ എടുത്തിട്ട് ആ കുട്ടീനെ എടുത്തിട്ട് ഇങ്ങനെ താരാട്ട് പാടിയിട്ട് കളിപ്പിക്കും. എന്താ ഞാൻ ചിന്തിക്കുന്നത്? എൻ്റെ ഭാര്യ എൻ്റെ ഉറക്ക് പോകരുത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമുക്ക് ജീവിതത്തിൽ ആകെ അറിയുന്ന ആയത്തേതാ? അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. വേറെ ആയത്തേതെങ്കിലും അറിയോ? ഇല്ലല്ലോ, ഇല്ല. എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം? നിങ്ങൾ നോക്കൂ, എന്താണ് മഹാന്മാരുടെ ജീവിതം? നമ്മൾ കരഞ്ഞു പോകും ഗ്രന്ഥങ്ങൾ കണ്ടാൽ. അവരുടെ ഒരു ലളിതമായ ജീവിതം, എല്ലാവർക്കും മാപ്പ് കൊടുക്കുന്ന സ്വഭാവം, എല്ലാവർക്കും പുറത്തു കൊടുക്കുക. നിങ്ങൾ നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1000കണക്കിന് സ്വഹാബത്തുണ്ട്. അപ്പോൾ ഒരാൾ നേരത്തെ തന്നെ മൂപ്പരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കടുത്ത വിരോധം ഉള്ള ആളാണ്. എങ്ങനെയെങ്കിലുമൊക്കെ റസൂലുള്ളാഹിനെ കൊല്ലണം, അത് എൻ്റെ കൈകൊണ്ട് തന്നെ ആവണം എന്ന് മൂപ്പര് നേരത്തെ വിചാരിച്ച ഹിസ് മോർട്ടൽ എനിമി, കഠിന ശത്രുവാണ് മൂപ്പര്. മൂപ്പര് വിഷത്തിലൂട്ടിയ കടാര തൻ്റെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് വന്നു. നേരെ എൻട്രി ഉണ്ടാവില്ല എന്നതുകൊണ്ട് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. ഞാൻ ഇസ്ലാം സ്വീകരിച്ചു, സ്വഹാബിയാണ് എന്ന് ചമന്ന് അയാൾ സ്വഹാബത്തിൻ്റെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി. അടുത്ത് സ്വഹാബത്തുണ്ട്, ഇപ്പോൾ കുത്തി കൊല്ലൽ നടക്കൂല, എന്ത് ചെയ്യും? കുറേ നേരം കാത്തിരുന്നു. അപ്പോഴാണ് കഅബൻ്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം ഉള്ള സന്ദർഭം എത്തി. അയാൾ അവിടത്തേക്ക് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താ ഫളാലത്തെ, നിന്റെ മനസ്സിൽ എന്തോ ഉണ്ടല്ലോ? ഇല്ല, ഒന്നുമില്ല.
എൻ്റെ മനസ്സെന്തോ മന്ത്രിക്കണ്ടല്ലോ, ഞാൻ അള്ളാഹുവിന് ദിക്ർ ചെല്ലുകയാണ്. മൂപ്പര് പറയാം ഞാൻ അള്ളാഹുവിന് ദിക്റില്ല. അതൊന്നും അല്ല, മോനടുത്തേക്ക് വരി. എന്താ അള്ളാഹ്ക്ക് ദിക്റില്ല? മോനടുത്തേക്ക് വരി. എന്നിട്ട് നെഞ്ചിൻ്റെ മേലെ തടവി കൊടുത്തു. ഇവൻ്റെ മനസ്സിലുള്ള എല്ലാ പകപോക്കലുകളും നീ നീക്കണേ എന്ന് ദ്വാരക്കുക. ഫുലാലത്ത് പറയുന്ന കാര്യം എന്താ പറയുക? അൽബിദായത്ത് വന്യഹായിൽ കാണാം. ഈ കൈ കൊണ്ട് തടവുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെ ലോകത്ത് എനിക്ക് ഏറ്റവും ശത്രുത ഉള്ളത് ഇവിടെ നിൽക്കുന്ന ആളോടാ. ഇപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മുത്തുനബിയോടാ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊല്ലാൻ വേണ്ടി വന്നയാൾക്ക് സ്വർഗത്തിൻ്റെ സീറ്റ് കൊടുത്ത നേതാവിൻ്റെ ഒരു ജീവിതത്തിൻ്റെ സ്റ്റൈൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയേ. നമ്മുടെ ഒക്കെ ജീവിതം എല്ലാവർക്കും മാപ്പ് കൊടുക്കണം. ബാക്കിയുള്ളവർക്ക് ഒരു ഇഞ്ച് ഭൂമി വിട്ടുകൊടുക്കൂല. എൻ്റെ വലിയ വണ്ടി നിങ്ങളുടെ മതിലിൽ പലപ്പോഴായി ഒരതിയിട്ട് സ്ക്രാച്ച് ആയിട്ടുണ്ട്. ഒരു ഇഞ്ച് ഭൂമി പൈസ തരാം, വിട്ടുതരോ? ഇല്ല, വിട്ടുകൊടുക്കൂല. നിങ്ങൾ ആരോടാ മാപ്പ് തരാൻ? അള്ളാഹിനോടാ അത് വരക്കണത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കിട്ടുമെന്ന്? നമ്മളെ ഭൂമി നമുക്ക് ഇടുങ്ങൂലേ? ഭൂമിയിൽ കളിക്കുന്ന വൃത്തികേടല്ലേ ആ ഭൂമി വിട്ടുകൊടുക്കാതെ? എങ്കിൽ ആ ഭൂമിയുടെ താഴെ കബറിലേക്കല്ലേ നമ്മൾ പോകേണ്ടത്? കൂട്ടുകാരെ, എല്ലാവർക്കും മാപ്പ് കൊടുക്കുക, എല്ലാവർക്കും മാപ്പ് കൊടുക്കുക. ഈ ഞാൻ എന്ന ചിന്തയിൽ നിന്നാണ് ഈ ദേഷ്യപ്പെടൽ കൂടുന്നത്. എന്നോടെങ്ങനെ അയാൾ സംസാരിച്ചത്, അയാളെങ്ങനെ എൻ്റെ ആളുമ്മെന്ന് എന്നെ പറ്റി അങ്ങനെ പറഞ്ഞത്, ഈ ചിന്തയൊന്നും നമുക്ക് വേണ്ട. നമ്മൾ വളരെ സാധുക്കളാണ്. ആ ബോധം നമുക്കുണ്ടാവണം. ഇങ്ങനെ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്ന സ്വഭാവം ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന കൂലി എത്ര എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അള്ളാഹു നമ്മളെ സ്വഭാവം നന്നാക്കി തരട്ടെ.